ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഒത്തിരി നാൾ ശേഷമാണ് ഞാനൊരു ഷോർട്സ് ആയിട്ട് വരുന്നത്. ഇതൊരു ഫിലിം റിവ്യൂ ആണ്. കാന്താര ചാപ്റ്റർ 1. എക്സ്ട്രീംലി ബ്രില്യൻ ടാലൻറ്റഡ് ഋഷഭ് ഷെട്ടി. ഹാറ്റ്സ് ഓഫ് ടു യു. അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് നമുക്ക് വി കാൺട്ട് ഇമാജിൻ. സ്റ്റോറി, മ്യൂസിക്, ക്യാമറ വർക്ക്, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂസ്. ഐ ഡോണ്ട് നോ ഹൗ ഹി കൺട്രോൾ എവറിത്തിങ് ആൻഡ് ഈവൻ ഹി ആക്റ്റഡ് ഇൻ ദ ഫിലിം. ഇത്രയും അതിഭീകരമായിട്ട് അഭിനയിച്ചേക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ ഓക്കെ, വി ക്യാൻ കൺട്രോൾ എവറിത്തിങ്. ബട്ട് ഹീസ് എ ഡയറക്ടർ, ഹീസ് എൻ ആക്ടർ. കൂടെയുള്ള ക്രൂസ് എല്ലാം അത്ര വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാരുമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തുള്ള ആൾക്കാരുകളാണ്. എങ്ങനെ ഇങ്ങനൊരു ഫിലിം പുള്ളിക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് ഇനി ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് പർട്ടിക്കുലർ ടു ദ ക്ലൈമാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. VFX ഒക്കെ എക്സ്ട്രീംലി ക്രിസ്റ്റൽ ക്ലിയർ, അത്രയ്ക്ക് ക്ലിയർ ആയിട്ടാണ് VFX ഒക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്. വല്ലാത്തൊരു ബ്രെയിനാണ് നിങ്ങളുടെ ഋഷഭ് ഷെട്ടി. ഹാൻഡ്സ് ഓഫ് ടു യു. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആവട്ടെ, ഇതിനുള്ള ക്രിറ്റിസിസമാണ് ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആണ്. ഒരിക്കലും ഫസ്റ്റ് ഹാഫ് വരെ സ്ലോ അല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഹി ഡെലിവേഴ്സ് ദ സ്റ്റോറി വെരി സ്ലോലി. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഗ്രിപ്പ് ആവുന്നുണ്ട് സ്റ്റോറി. ഓരോ ഫ്രെയിംസും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഓരോ ഫ്രെയിംസും. നമ്മൾ ബാഹുബലി കാണുന്ന പോലെ ചുമ്മാ VFX ഫുൾഫിൽ ചെയ്തിരിക്കുകയല്ല. ഹി ആക്ച്വലി മാക്സിമം ഷോട്ട്സ് അദ്ദേഹം ലൈവായിട്ടാണ് എടുത്തിരിക്കുന്നത്. VFX ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ബഡ്ജറ്റ് ഇത്രയും താന്നു വന്നിരിക്കുന്നത്. 125 കോടിക്ക് ഇങ്ങനൊരു പടം എടുക്കാൻ പറ്റും എന്നുള്ളത് അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂസിന് മാത്രമേ പറ്റത്തുള്ളൂ. അദ്ദേഹം ഒറ്റ ഫോക്കസാണ് നമുക്ക് പ്രേക്ഷകറിന് നല്ല ഫിലിം എക്സ്പീരിയൻസ് ആവണമെന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളെ കണ്ടിട്ടാണ് അദ്ദേഹം പടം നമുക്ക് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാന്താര ഫസ്റ്റ് പാർട്ട് കണ്ട ഒരാൾക്ക് അയാൾ എന്ത് ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അയാൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് അദ്ദേഹം ചാപ്റ്റർ 1 കൂടെ ഡെലിവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ വിത്ത് സ്റ്റോറി. നമ്മൾ സ്റ്റോറി ഗ്രിപ്പ് അല്ലെങ്കിൽ ഒരിക്കലും ഈ പടം വിജയിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം സ്റ്റോറിയിൽ സ്റ്റണ്ട് ഓൺ ചെയ്തു നിന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു പടം ഡെലിവർ ചെയ്യാൻ പറ്റിയത്. സ്റ്റോറി ഇസ് ദ ഹീറോ ഓഫ് ദിസ് ഫിലിം. പക്ഷേ മേക്കിംഗ്. താങ്ക് യു വെരി മച്ച്. പ്ലീസ് വാച്ച് കാന്താര 1. താങ്ക് യു വെരി മച്ച്.